നമസ്കാരം. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മീഡിയ കമ്മീഷൻ ന്യൂസ് ടൈം. പ്രധാന വാർത്തകൾ. ദൈവവിളി ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ ദൈവവിളിയും പൂർണ്ണമാകുന്നത് ദൈവത്തിൽ നിന്നുള്ള വിളി തിരിച്ചറിയുമ്പോഴും അതിന് പ്രത്യുത്തരം നൽകുമ്പോഴുമാണ്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ 2024 വർഷത്തെ ദൈവവിളി ക്യാമ്പ് ഏപ്രിൽ 20-27 തീയതികളിൽ നടക്കും. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ 2024 വർഷത്തെ ദൈവവിളി ക്യാമ്പ് വെള്ളയമ്പലം ആനിമേഷൻ സെന്ററിൽ വെച്ച് നടക്കും. ഏപ്രിൽ 20 ആൺകുട്ടികൾക്കും ഏപ്രിൽ 27 പെൺകുട്ടികൾക്കുമാണ് നടത്തുന്നത്. രാവിലെ 9:30 മണിക്ക് ആരംഭിക്കുന്ന ക്യാമ്പ് വൈകുന്നേരം 4 മണിക്ക് സമാപിക്കും. 100 രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ്. കുട്ടികൾക്കും യുവജനങ്ങൾക്കും ദൈവവിളി തിരിച്ചറിയാനും അതിന് പ്രത്യുത്തരം നൽകാനും സഹായിക്കുന്നതാണ് ദൈവവിളി ക്യാമ്പുകൾ. അതിരൂപതയിൽ നടക്കുന്ന ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കുന്നവർക്ക് അതിരൂപതയിലെ തന്നെ സെമിനാരിയിലും സന്യാസിനി സമൂഹത്തിലും പ്രവേശനം ലഭിക്കുന്നതിന് പ്രത്യേക പരിഗണന ലഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സന്യാസിനി സമൂഹമായ ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ഹോപ്പിലെ സമർപ്പിതർ നിത്യവ്രത വാഗ്ദാനവും പ്രഥമ വ്രത വാഗ്ദാനവും നടത്തി. വെട്ടുതുറ സെയിന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ഹോപ്പിലെ സമർപ്പിതർ നിത്യവ്രത വാഗ്ദാനവും പ്രഥമ വ്രത വാഗ്ദാനവും നടത്തി. തിരുക്കർമ്മങ്ങൾക്ക് അതിരൂപത അധ്യക്ഷൻ മോസ്റ്റ് റവറൻഡ് ഡോക്ടർ തോമസ് ജെ നെറ്റോ മെത്രോപൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻഡ് ഡോക്ടർ ക്രിസ്തുദാസ് സാർ, എമിരിത്തോസ് മെത്രോപൊലിത്ത അഭിവന്ദ്യ സൂസപാക്യം, കൊല്ലം രൂപത എമിരിത്തോസ് മെത്രാൻ അഭിവന്ദ്യ സ്റ്റാൻലി റോമൻ, പ്രത്യാശയുടെ ദാസിമാർ, സന്യാസ സമൂഹത്തിൻ്റെ സ്പിരിച്വൽ ഡയറക്ടർ മോൺസിഞ്ഞൂർ ജോർജ് പോൾ തുടങ്ങി അതിരൂപത വൈദികരും സഹകാർമ്മികരായിരുന്നു. ഹാൻഡ് മെയ്ഡ്സ് ഓഫ് ഹോപ്പ് സന്യാസിനി സമൂഹത്തിലെ സിസ്റ്റർ ഡയാന സൂസപാക്യം, സിസ്റ്റർ മേരി ക്ലയർ, സിസ്റ്റർ ഹിൽഡ ജോൺ എന്നിവരാണ് നിത്യവ്രത വാഗ്ദാനം നടത്തിയത്. സിസ്റ്റർ സാന്ദ്രേ ജെ ഫ്രാൻസിസ്, സിസ്റ്റർ അജിഷ്മ ക്ലീറ്റസ്, സ്റ്റാൻസിസ് ടെറി എന്നിവർ പ്രഥമ വ്രത വാഗ്ദാനവും നടത്തി. കനോൻഷ്യൻ സഭാ സ്ഥാപക കനോസിലെ വിശുദ്ധ മഗ്ദലേനയുടെ 250-ാം ജന്മദിന വാർഷികത്തോടനുബന്ധിച്ച് കനോൻഷ്യൻ സന്യാസ ഭവനങ്ങളിലെ ചാപ്പലുകൾ സന്ദർശിച്ച് വ്യവസ്ഥകൾ പാലിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനവും പരിശുദ്ധ സിംഹാസനം പ്രഖ്യാപിക്കുന്നു. 2024 മാർച്ച് 1 മുതൽ ഒക്ടോബർ 2 വരെയാണ് പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള അവസരം. ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ച പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാൻ അതിരൂപതയിലും ക്രമീകരണം ഒരുക്കിയിരിക്കുന്നതായി തിരുവനന്തപുരം അതിരൂപത അധ്യക്ഷൻ അഭിവന്ദ്യ തോമസ് ജെ നെറ്റോ മെത്രോപൊലിത്ത തന്റെ സർക്കുലറിലൂടെ വിശ്വാസികളെ അറിയിച്ചു. ദണ്ഡവിമോചനം പ്രാപിക്കുവാനുള്ള വ്യവസ്ഥകൾ: 1. വരപ്രസാദത്തിലായിരിക്കുകയും കത്തോലിക്ക സഭയുമായുള്ള പൂർണ്ണ ബന്ധത്തിലായിരിക്കുകയും വേണം. 2. കുമ്പസാരിച്ച് പാപമോചനം നേടിയിരിക്കണം. 3. ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കണം. 4. ഫ്രാൻസിസ് പാപ്പയുടെ നിയോഗത്തിനായി ഒരു സ്വർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിക്കണം. വിശുദ്ധിയിലേക്ക് വളരാനുള്ള ഈ അവസരം വിശ്വാസികൾ പ്രയോജനപ്പെടുത്തണമെന്നും മെത്രാപ്പൊലീത്ത അഭ്യർത്ഥിച്ചു. ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ വെള്ളയമ്പലത്ത് നടന്നു. നഴ്സറി സ്കൂൾ മുതൽ കോളേജ് തലം വരെ സമഗ്ര മാറ്റമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ നേതൃത്വത്തിൽ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തെ ആസ്പദമാക്കിയുള്ള സെമിനാർ വെള്ളയമ്പലത്ത് നടന്നു. നഴ്സറി സ്കൂൾ മുതൽ കോളേജ് തലം വരെ സമഗ്ര മാറ്റമാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിലുള്ളത്. ഇതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ളതും വ്യക്തവുമായ അറിവ് ലഭിക്കുന്നതിന് കോർപ്പറേറ്റ് മാനേജ്മെന്റിനും അതിരൂപതയുടെ കീഴിലുള്ളതുമായ സ്കൂളുകളിലെ മാനേജർമാരെ ഉൾപ്പെടുത്തിയാണ് സെമിനാർ നടന്നത്. ശ്രീ തോമസ് ഫ്രാൻസിസ് സെമിനാറിന് നേതൃത്വം നൽകി. പുതിയ വിദ്യാഭ്യാസ നയത്തിൽ അടിസ്ഥാന വിദ്യാഭ്യാസമായി കണക്കാക്കുന്നത് അങ്കണവാടി, നഴ്സറി തുടങ്ങി 2ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസമാണ്. 3, 4, 5 ക്ലാസുകൾ ഒരുക്കഘട്ടവും 6 മുതൽ 8 വരെ മധ്യഘട്ടവും 9 മുതൽ 12 വരെ സെക്കൻഡറി ഘട്ടം എന്നിങ്ങനെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തെ തരംതിരിച്ചിരിക്കുന്നത്. ബിരുദ വിദ്യാഭ്യാസം 4 വർഷം വരെ നീളും. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കുമായി അതിരൂപത ന്യൂസ് പോർട്ടലോ ഫേസ്ബുക്ക് പേജോ സന്ദർശിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിനിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി.